ഞാൻ ഡോക്ടർ ശ്രീകുമാർ, സായികൃപ ഹോളിസ്റ്റിക് ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻ്ററിൻ്റെ ചീഫ് ഫിസിഷ്യനാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ആരോഗ്യരംഗത്തെ അറിവിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചുമാണ്. ഇന്ന് ഈ 40 വർഷത്തെ ചികിത്സാ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞാനതിന് ടൈറ്റിൽ കൊടുക്കുന്നത് ആർക്ക് വേണം ആരോഗ്യത്തിൻ്റെ ശരിയറിവുകൾ അല്ലെങ്കിൽ സത്യസന്ധമായ അറിവുകൾ. ആർക്കും വേണ്ട ആവശ്യം ഞാൻ നിരീക്ഷിച്ചിട്ട് ഇതുവരെ കാണുന്നില്ല. വളരെ അപൂർവ ആൾക്കാർ. ഇവിടെ നമ്മുടെ ക്ലിനിക്കിന് ഞാൻ കൊടുക്കുന്ന പ്രത്യേകത, ഓരോ അസുഖത്തിനും അതിൻ്റെതായ ശാസ്ത്രീയമായ എവിഡൻസോടുകൂടിയ ഫോട്ടോസ്റ്റാറ്റുകളടക്കം, അതായത് അവർക്ക് വീട്ടിൽ കൊണ്ടുവച്ച് പഠിക്കാനുള്ള നോട്ടുകളടക്കം, അതിനനുസരിച്ച് ചെയ്യാനുള്ള അടക്കം ഒരു പ്രത്യേക ബുക്ക്ലെറ്റായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഓരോ അസുഖം. പക്ഷേ ഇത് തുറന്നു പോലും നോക്കാൻ ശ്രമിക്കാത്ത രക്ഷകർത്താക്കളാണ് ഭൂരിപക്ഷം. അത് പിന്നെ എപ്പോഴെങ്കിലും ഉള്ള വിസിറ്റിൽ നമ്മളൊന്ന് ചോദിക്കുമ്പോൾ അങ്ങനൊരു കാര്യം കൊടുത്തതായിട്ട് പോലും അവർ ഓർപ്പിക്കുന്നില്ല. ചുരുക്കത്തിൽ ആർക്കും സത്യസന്ധമായ അറിവുകൾ ആവശ്യമില്ലാത്ത ഒരു മേഖലയായി തീർന്നിരിക്കുകയാണ് ആരോഗ്യത്തിൻ്റെ ശരി അറിവുകൾ. അറിവുകൾ കൊടുക്കുന്നുണ്ട്, തെറ്റായ ധാരണ ഒരുപാട് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു രോഗത്തിൻ്റെ പേര് പറഞ്ഞ് ലോകത്തെ മുഴുവൻ 3 വർഷം പൂട്ടിയിട്ട അവസ്ഥ, ലോക്ക്ഡൗണിൽ കെട്ടിയിട്ട അവസ്ഥ, നിരവധി ആളുകളുടെ പ്രസ്ഥാനങ്ങൾ നശിച്ച, അവരുടെ ജീവിതങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോയ അവസ്ഥകളിൽ നിന്ന് പിന്നീട് കുറ്റബോധം തിരിച്ചിറങ്ങി വരുന്നുണ്ട്. ഇതൊന്നും മാറിയില്ല. ഡോക്ടർ MV പിള്ള അമേരിക്കയിൽ നിന്ന് എഴുതുന്ന പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് മനോരമ ദിനപത്രത്തിൽ എഴുതിയിരിക്കുന്നു, ലോങ് കോവിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് സമൂഹത്തിലെ ഈ ക്രൂരതകൾ മുഴുവൻ. തൊട്ടതിനും പിടിക്കുന്നതിനുമൊക്കെ തല്ലിക്കൊല്ലുന്ന അല്ലെങ്കിൽ മൃതപ്രായരവക്കിയ അവശേഷിപ്പിക്കുന്ന, മർദ്ദിക്കുന്ന ഒരു തലമുറ. അദ്ദേഹത്തിൻ്റെ ലേഖനം മനോരമയുടെ കാഴ്ചപ്പാട് പേജിൽ കിടപ്പുണ്ട്, നമുക്ക് വായിക്കാം. പക്ഷേ എത്ര പേര് വായിച്ചു നമ്മൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ കണ്ടതേയില്ല. അപ്പോൾ നമ്മൾ വായിച്ച കാര്യം പറഞ്ഞു കൊടുത്താൽ അതുപോലും അവർക്ക് കേൾക്കണമെന്ന് താല്പര്യമില്ല. അതുപോലെ നിരവധി സത്യസന്ധമായ രോഗവിവരങ്ങൾ ഡോക്ടർ ഖദീജ മുംതാസ് എന്ന കോഴിക്കോട് സുപ്രസിദ്ധയായ ദീർഘകാല സേവന പാരമ്പര്യമുള്ള 38ഓളം വർഷത്തെ പാരമ്പര്യമുള്ള ഗൈനക്കോളജിസ്റ്റ് എഴുതിയ ലേഖനം, അതിനകത്തേക്ക് സത്യാവസ്ഥകൾ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മുടെ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. ചുരുക്കത്തിൽ ഇവരുടെ എൻ്റെ കയ്യിലുള്ള ഫയലിനേക്കാൾ വലിയ ഫയലുകൾ അവരുടെ കയ്യിലുണ്ടാവും, അത്രത്തോളം നമ്പേഴ്സ്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രയോജനപ്പെടുത്തിയതായിട്ട് നമുക്ക് വളരെ അപൂർവം ചില വ്യക്തികളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ സത്യത്തിൽ ആരോഗ്യാവസ്ഥയിൽ, ആരോഗ്യ മേഖലയിൽ വേണ്ടുന്നത് ഔഷധങ്ങളല്ല, ചികിത്സകളല്ല, ആശുപത്രികളല്ല, നമുക്ക് വേണ്ടുന്നത് അടിസ്ഥാന അറിവുകളാണ് എന്നുള്ള ബോധം ഓരോ കുടുംബക്കാർക്കും, ഓരോ വ്യക്തികൾക്കും, ഓരോ പ്രിയമുള്ള രക്ഷിതാക്കൾക്കും മക്കളുടെ ഭാവിയെ കരുതി, കുടുംബത്തിൻ്റെ ഭാവിയെ കരുതി അവർ പഠിക്കേണ്ടിയിരിക്കുന്നു. കുറഞ്ഞ പക്ഷം മാധ്യമങ്ങളിൽ, പത്രമാസികളിൽ വരുന്ന ശക്തമായ ലേഖനങ്ങളുണ്ട്, വലിയ പ്രശസ്തമായ ഡോക്ടർമാരെഴുതിയ ലേഖനങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, അവരുടെ പഠനങ്ങളുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും കരുതണം. വലിയ വലിയ ഡോക്ടർമാരുടെ പ്രഭാഷണങ്ങളടങ്ങിയ വലിയ മെഡിക്കൽ കോളേജുകളിലെ സാന്ദ്രമായ ഒരു സംവിധാനമാണ് കൈക്കുള്ളിൽ കൊണ്ടു നടക്കുന്നത് മൊബൈൽ ഫോൺ. ഒരു ക്ലിക്കിൽ നമുക്ക് വേണ്ടുന്ന നിരവധി അറിവുകളുടെ കൂമ്പാരങ്ങൾ ഡോക്ടർ BM ഹെഗ്ഡെ തുടങ്ങിയ ലോകപ്രശസ്തരായ ഡോക്ടർമാരുടെ ചർച്ചകൾ, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഗൈഡൻസുകൾ ഒക്കെ നമുക്ക് ലഭിക്കാമെങ്കിൽ പോലും ഇത് കയ്യിൽ കൊണ്ട് നടക്കുന്നതും, അതുപോലെ വേണ്ടത് കാണാതെ വേണ്ടാത്തത് കാണുന്നതും ഒക്കെ ഉള്ളൊരു പ്രവണത രക്ഷകർത്താക്കളുണ്ട്. എന്നിട്ടോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം പറയുന്ന വഴിക്ക് കണ്ണടച്ചുകൊണ്ട് ഓടുന്ന ഒരവസ്ഥാവിശേഷം, അത് തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ആരോഗ്യരംഗത്തെ ശരി അറിവുകളിലേക്ക് നമുക്ക് വരാൻ കഴിയും. അതിന് വേണ്ടുന്നത് സ്വന്തമായ ഇച്ഛാശക്തി, അവബോധം, അറിവ് നേടാനുള്ള ഒരു ബോധ്യം, ലക്ഷ്യമുള്ള സത്യത്തെ തിരിച്ചറിയാനുള്ള ഒരവസ്ഥ. ഹിപ്പോക്രാറ്റസ്, വൈദ്യശാസ്ത്രൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് എഴുതിയ ഒരു ലേഖനത്തിലെ ഒരു ഭാഗം ഞാൻ എൻ്റെ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. ഡോക്ടറുടെ കണ്ണുകൾ, ബിഷക്കുകളുടെ കണ്ണുകൾ
തറയ്ക്കപ്പെടേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് രോഗിയുടെ മുഖത്തേക്കാണ്, രോഗിയുടെ കണ്ണുകളിലേക്കാണ്. ആ കണ്ണുകളിൽ നിന്ന് ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ അസിമിലേറ്റ് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഹിപ്പോക്രാറ്റ്യൻ ഓത്ത്സ് എന്ന് പറയുന്ന പ്രതിജ്ഞയെടുത്ത് പുറത്ത് വരുന്ന നമ്മുടെ, ഞാനടക്കം ഒരു വിഷയം ഉള്ള ഡോക്ടർമാർ ചെയ്യുന്നത് രോഗിയുടെ കണ്ണുകളിലൂടെ രോഗിയുടെ മനസ്സിലേക്ക് കടന്നു കയറി അവരുടെ മനസ്സിലെ വിഷമതകളും പ്രശ്നങ്ങളും പറഞ്ഞോട്ടെ, പറഞ്ഞാൽ തന്നെ കുറേ പരിഹാരം ഉണ്ടാവും. അതിന് പരിഹരിക്കാൻ ശ്രമിക്കാതെ കടലാസുകൾ, ഇൻവെസ്റ്റിഗേഷൻ പേപ്പറുകളിൽ മാത്രം നോക്കി രോഗിയുടെ മുഖത്ത് പോലും നോക്കാത്ത ദൈന്യമായ അവസ്ഥാവിശേഷങ്ങൾ സമൂഹത്തിൽ നമുക്ക് വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സവിസ്തരം പ്രതിപാദിക്കാൻ ഈ അവസരം ഉപയോഗിക്കാൻ സാധ്യമല്ലാത്തതിനാൽ അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇത്രത്തോളം ഡോക്ടർമാർ തന്നെ ഒരു കൺഫ്യൂഷനാണെന്ന് തന്നെ പറയാം. നിശ്ചിതമായ പ്രോട്ടോക്കോൾ കൊടുത്ത് ചികിത്സിച്ചോളൂ എന്ന് പറയുമ്പോൾ ഓർക്കണം, ഓരോ മനസ്സും ഓരോ ശരീരവും വ്യത്യസ്തമാണ്. അതിനൊരു കോമൺ പ്രോട്ടോക്കോൾ സത്യത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഓരോ രോഗിയുടെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മാനസികവിധകളുടെയും പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനെ നിരീക്ഷിച്ച് അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ ഔഷധത്തെക്കാൾ നമുക്ക് വേണ്ടുന്നത് അവൻ്റെ മനസ്സിൻ്റെ വ്യഥകളെ പറ്റാനുള്ള അറിവ് പകർന്നു കൊടുത്ത് സാരമില്ല എന്നൊരു വാക്ക്, അത് തന്നെ ഒരു പക്ഷേ അവനെ രോഗശാന്തിയിലേക്ക് നയിക്കും. ഇന്ന് വാർദ്ധക്യ നിലവാരം, വാർദ്ധക്യ ജെറിയാട്രിക്സ് ഒരു പ്രത്യേക ബ്രാഞ്ചായി നിൽക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ വാർദ്ധക്യ രോഗങ്ങളുടെ കൂട്ടത്തിൽ വരുന്നു. സങ്കുചിതമോ വളരെ സൗകര്യപൂർവ്വമുള്ള വളരെ അതിവിദഗ്ധ ചികിത്സകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ചികിത്സകൾക്കുപരി പ്രായമായ അച്ഛനെയോ അമ്മയോ സ്നേഹമസൃണമായ മനസ്സോടെ സ്നേഹത്തോടെ അച്ഛ എന്ന് വിളിച്ചാൽ, അമ്മേ എന്ന് വിളിച്ചാൽ ആ മനസ്സിൻ്റെ വിഹ്വലത അവിടെ പരിഹരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അസുഖങ്ങൾ കുറയ്ക്കാൻ നമുക്ക് കഴിയും. ഇന്നതല്ല, എത്ര അത്യന്താധുനിക സൗകര്യങ്ങളുടെ നടുക്ക് കിടത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന മാനസികമായ പരിഗണന കൊടുക്കാൻ പറ്റാത്ത, സ്നേഹം കൊടുക്കാൻ പറ്റാത്ത നിരവധി സാഹചര്യങ്ങൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാം, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാം, വായിച്ച് മനസ്സിലാക്കാം. അതിനെക്കുറിച്ചും ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് പോകാൻ ഈ ചെറിയ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പ്, ശരിയായ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. ഏതാണ്ട് പൊതുവെ പറയുന്ന അഭിപ്രായങ്ങളുടെ പിന്നാലെ പോകാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വളരെ അനലൈസിങ് പവറുള്ള ഒരു തലച്ചോറുണ്ട്. അതുകൊണ്ട് യുക്തിപരമായി ആലോചിച്ച് ഓരോ മനസ്സിനും ശരീരത്തിനും അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന മേഖലകളിൽ അതായത് രോഗങ്ങളെ ഓടുന്ന വണ്ടിക്ക് പണി വരുന്ന പോലെ നമുക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കാം. പക്ഷേ അതിനെ പരിഹരിക്കുന്ന ഡോക്ടർ ഒരു വലിയ മെക്കാനിക് പോലെ അത് അറിഞ്ഞ് പെരുമാറണം. അവൻ്റെ വാക്കുകളനുസരിച്ച്, നിർദ്ദേശങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗിയുടെ ഉത്തരവാദിത്വം കുറയുന്നില്ല, രോഗിയുടെ ഉത്തരവാദിത്വം കൂടി വരികയാണ് ഈ കാലഘട്ടത്തിൽ. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഡോക്ടർമാരെയോ വൈദ്യശാസ്ത്രജ്ഞരെയോ ആശുപത്രികളോ എതിർക്കുന്ന, അല്ലെങ്കിൽ അവരുടെ തലയിലേക്ക് കെട്ടിവയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം രോഗികളുടെ ഭാഗത്തുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു ഡോക്ടറും സ്വന്തമായി നിർമ്മിക്കുന്ന മരുന്നല്ലത്. വലിയ ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിച്ചു വിടുന്ന മരുന്നുകൾ അവരുടെ ഗൈഡ് അനുസരിച്ച് കൊടുക്കുന്നു. ഈ കൊടുത്തയക്കപ്പെടുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അതുപോലെ അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പരിപാലിക്കാൻ രോഗി ശ്രമിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അല്പം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ ഉത്തരവാദിത്വം അവിടെ കൊണ്ടുവരും. പിന്നെ വന്നെങ്കിലായി, വന്നില്ലെങ്കിലായി അഡ്മിറ്റ് ചെയ്യുന്ന കേസുകളിൽ മാത്രം ഡിസ്ചാർജ് ചെയ്യുന്നവരെ പരിചരിക്കും, അവർ പരിപാലനത്തോടെ നോക്കും. പക്ഷെ അതല്ല വേണ്ടത്. നമുക്കോരോ കർത്തവ്യമുണ്ട്. ഒരു ഡോക്ടർ മരുന്ന് തരുമ്പോൾ ആ മനസ്സോടെ നമ്മളതിനെ ഉൾക്കൊള്ളണം. ഒരു ടീച്ചർ വിചാരിച്ചാൽ ഒരു കുട്ടിയെ പരീക്ഷ പാസ്സാക്കാൻ പറ്റില്ല. ടീച്ചർ എത്ര നന്നായി പഠിപ്പിച്ചാലും കുട്ടി വിചാരിച്ചത് നല്ലപോലെ പഠിച്ചെങ്കിൽ മാത്രമേ അവന് പരീക്ഷ പാസ്സാക്കാൻ പറ്റൂ, നല്ല നിലയിൽ പാസ്സാകാൻ പറ്റും. പുസ്തകം തലയ്ക്ക് വെച്ച് തുടങ്ങുന്ന ഒരു കുട്ടിയുടെ റിസൾട്ട് വട്ടപൂജ്യമായിരിക്കും. അതുപോലെ എത്ര ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടറിനെ ചികിത്സിച്ചാലും രോഗിയുടെ കർത്തവ്യങ്ങൾ രോഗിയെ വിസ്മരിക്കാതിരിക്കുക. ചുരുക്കത്തിൽ അതിന് വേണ്ടുന്നത് ആരോഗ്യപരമായ അറിവുകളാണ്. എത്രത്തോളം ആശുപത്രികൾ ഉണ്ടായാലും, എത്രത്തോളം മെഡിക്കൽ കോളേജസ് വന്നാലും
ഈ ഒരു സവിശേഷത മനസ്സിലാക്കി അറിവ് നേടാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ ഹിപ്പോക്രാറ്റസ് പറഞ്ഞ പോലെ ഒരു രോഗവും സുഖപ്പെടുത്താൻ കഴിയുന്നില്ല. നേരെ മറിച്ച് കമ്പാഷനേറ്റ് ലെവലിൽ നമുക്കവർക്ക് നിയന്ത്രിച്ച് ശ്രദ്ധിച്ച് ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോകാം. ആരോഗ്യം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, മാനസികവും ശാരീരികവും സാമൂഹികവുമായ ശക്തമായ ആരോഗ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് വേണ്ടുന്നത് ഇങ്ങനെയൊരു സമീപനമായിരിക്കണം, ഇങ്ങനെയൊരു കാഴ്ചപ്പാടായിരിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ആരോഗ്യരംഗത്ത് കോടികളുടെ ബാധ്യതകളില്ലാതെ നമുക്ക് എല്ലാവർക്കും ആരോഗ്യം കൊടുക്കാൻ സാധിക്കും. അത് സംയോജിതമായ ഒരു സമഗ്ര സമീപനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. So, thank you very much.